സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷം രണ്ട് വിഷയങ്ങൾ വലിയ ചർച്ചയായി മാറുകയാണ്. ആദ്യത്തേത് പറയാം, കുട്ടികളുടെ സിനിമകളെ പരിഗണിക്കാത്തതിൽ വലിയ വിവാദം. ജൂറി തീരുമാനത്തിന് എതിരെ താരം ദേവനന്ദയുടെ പോസ്റ്റും നമ്മൾ കണ്ടു. കുട്ടികളുടെ കൂടുതൽ സിനിമകളാണ് ചെയ്യേണ്ടത്, അവാർഡ് നിഷേധിച്ചത് കൊണ്ടല്ല എന്ന് ദേവനന്ദ പറയുന്നു. അതേസമയം ജൂറി തീരുമാനം മാറ്റില്ല എന്ന് മന്ത്രി സജി ചെറിയാനും പ്രതികരിച്ചു. മാതൃഭൂമി ന്യൂസിനോട് അദ്ദേഹം പറഞ്ഞു. പക്ഷേ വരുംകാലങ്ങളിൽ ഇക്കാര്യത്തിലൊക്കെ തന്നെ ശ്രദ്ധ പതിപ്പിക്കാം എന്ന് കൂടി അദ്ദേഹം പറയുകയുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യം കേൾക്കാം. ഇപ്പൊ 4 സിനിമകൾ ഈ വർഷത്തെ അവാർഡിന് വേണ്ടി വന്നിരുന്നു. അങ്ങ് ചോദിച്ച പോലെ 2 സിനിമകൾ അവസാന ലാപ്പിലേക്ക് എത്തി. ഒരു ക്രിയേറ്റീവായ ഒരു സിനിമയായി ആ 2 സിനിമയെ അവർ കണ്ടില്ല. ഒരു അവാർഡ് കൊടുക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് ആ സിനിമ എത്തിയില്ല എന്ന ഒരു വിലയിരുത്തൽ നടത്തുകയും അവര് അതിനെ സംബന്ധിച്ചിടത്തോളം ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത്. ജൂറി പറയുന്ന കാര്യമാണ്, ഞാൻ കണ്ടിട്ടില്ല അതിനകത്തെ സിനിമയൊന്നും. ജൂറിയാണ് വിലയിരുത്തിയത്. ക്രിയേറ്റീവായിട്ടുള്ള സിനിമകൾ വന്നാൽ ആ സിനിമയെ ഗവൺമെന്റ് കൂടി വേണ്ടി വന്നാൽ സപ്പോർട്ട് ചെയ്ത് അടുത്ത ഒരു അവാർഡ് ദാനം വരുമ്പോൾ കുട്ടികളുടെ സിനിമ അവർക്ക് അവാർഡ് കിട്ടുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാനേ നമുക്ക് ഇനി കഴിയും. രണ്ടാമത്തെ വിഷയം, വേടന് മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം നൽകിയതിനെതിരെ വലിയ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. ലഹരി, പീഡനക്കേസ് ഉൾപ്പെടെ ഗൗരവമേറിയ കേസുകളിൽ പ്രതിയായ ആളിന് എങ്ങനെ ഇത്രമേൽ പവിത്രമായ ഒരു പുരസ്കാരം നൽകാൻ കഴിയുമെന്ന ഒരു ചോദ്യം സമൂഹത്തിൽ ഒരുപാട് പേർ ഉയർത്തുന്നു. ഈ 2 വിഷയങ്ങളും നമുക്ക് ആഴത്തിൽ തന്നെ പരിശോധിക്കാം. എന്നോടൊപ്പം ആര്യാപ്പിയും പൂജാലക്ഷ്മിയും ചേരുകയാണ്. ആര്യാപ്പി, എന്തായാലും നമുക്ക് വേടനിൽ തന്നെ അങ്ങ് തുടങ്ങാം. കാരണം വേടനാണിപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ വൈകുന്നേരം ഈ പ്രഖ്യാപനം നടക്കുമ്പോൾ നമ്മൾ 2 പേരും ഈ ഡെസ്കിലുണ്ടായിരുന്നു. ആര്യപ്പിക്ക് ആ സമയം ആര്യപ്പിയുടെ മുഖത്തെങ്കിലും ഞെട്ടൽ ഞാൻ തോന്നിയിരുന്നു. കാരണം വേടന പുരസ്കാരം കിട്ടിയ സമയത്ത് എന്താണ് അതിനുശേഷം ഇത്രയും മണിക്കൂറായല്ലോ, കമൻറ്റുകൾ ഒരുപാട്. ഞാൻ കണ്ട കാര്യങ്ങൾ പറയുകയാണ്. സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വിമർശനങ്ങൾ ഉയരുകയാണ്. എന്താണ്, അങ്ങനെ വിമർശിക്കേണ്ടതുണ്ടോ വേടനെ? എന്താണ് ആര്യപ്പിയുടെ ഒരു തോന്നൽ? ജൂറി വിലയിരുത്തിയത് മലയാളികൾ ഏറ്റെടുത്ത ഗാനം, ഏറ്റെടുത്ത വാക്കുകൾ, വരികൾ എന്നാണ്. അതിലൊരു തെറ്റുമില്ല. മലയാളികൾ ഒരുപക്ഷെ ഈ കൊല്ലം ഏറ്റവും കൂടുതൽ നെഞ്ചേറ്റിയ ഒരു ഗാനം തന്നെയാണ്, അതിൽ സംശയമില്ല. ആ വരികളെയും ആ വാക്കുകളെയും കുറച്ച് കാണുകയുമല്ല. അത് പുരസ്കാരത്തിന് അർഹമാണോ എന്ന് വിലയിരുത്താനുള്ള യോഗ്യതയും എനിക്കില്ല. പക്ഷേ ജൂറിയുടെ ചില ഇരട്ടത്താപ്പ് അതിലുണ്ട് എന്നുള്ളതാണ് വ്യക്തിപരമായി തോന്നുന്നത്. ഇപ്പം 2023 കാര്യം നോക്കുകയാണെങ്കിൽ ഹോം എന്ന സിനിമ, അത് പ്രേക്ഷകരും അതോടൊപ്പം തന്നെ സിനിമാ നിരൂപകരും ഒരുപോലെ കൈയടിച്ചൊരു സിനിമയായിരുന്നു ഹോം എന്ന സിനിമ. അതിൽ ഇന്ദ്രൻസിനും അതോടൊപ്പം മഞ്ജു പിള്ളയ്ക്കും സംസ്ഥാന പുരസ്കാരം ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് അവാർഡിന് പരിഗണിക്കപ്പെടുക പോലും ചെയ്തില്ല. അത് പരിഗണിക്കാതിരുന്നതിന് അന്നത്തെ കാരണം 2023 ആ സിനിമയുടെ നിർമ്മാതാവും നടനുമായ വിജയ് ബാബുവിനെതിരെ ലൈംഗികാരോപണ കേസ് ഉയരുന്നത്. അതുകൊണ്ട് ഈ സിനിമ പരിഗണിച്ചില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അന്ന് ഇന്ദ്രൻസിന് ദേശീയ പുരസ്കാരം കിട്ടി. അന്ന് ഇന്ദ്രൻസ് ഈ പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷം ഇന്ദ്രൻസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കുറ്റം ചെയ്തവരെ ശിക്ഷിച്ചാൽ പോരെ എന്ന്. അത് ശരിയാണ്. അതിൽ ഇന്ദ്രൻസ് എന്ത് തെറ്റ് ചെയ്തു? ഇപ്പോൾ വിജയ് ബാബുവിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചതിന് ഇന്ദ്രൻസിനെ പരിഗണിക്കാതിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അതോടൊപ്പം തന്നെ കുറച്ചുകൂടി പുറകോട്ട് പോയാൽ ഈ വിതുര കേസിൽ ജഗതിയുടെ പേര് വന്ന സമയത്ത് അന്ന് VS അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രി. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഈ ഖാദിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചു. ആ പരിപാടി അതിൽ ഖാദിയുടെ തുണിത്തരങ്ങൾ ജഗതി ശ്രീകുമാറിനാണ് VS കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ VS അതിന് സമ്മതിച്ചില്ല. വേദിയിലുണ്ടായിരുന്ന അഞ്ജു ബേബി ജോർജിനാണ് VS അത് കൊടുത്തത്. പിന്നീട് അതിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ VS-ൽ നിന്ന് വാങ്ങാതെ ജഗതി പ്രതികാരവും വീട്ടി. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് വേടനെ കുറിച്ചാണെങ്കിൽ 3 പ്രധാനപ്പെട്ട കേസ്. ഒന്ന് പീഡന കേസുണ്ട്, 2 ഈ പറയുന്ന ലഹരി കേസുണ്ട്, മറ്റൊന്ന് പുലിപ്പല്യമായിട്ട് ബന്ധപ്പെട്ട കേസ്. അപ്പോൾ ഈ കേസിലൊക്കെ ജാമ്യം എടുത്ത് നിൽക്കുകയാണ്. ആലോചിക്കണം, ഒരു ജാമ്യം ഒരിക്കലും ഒരു തരത്തിലും അങ്ങനെയുണ്ടെങ്കിൽ അവിടെ സിദ്ദീഖിനെ ഈ പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കഴിയില്ല, അമ്മയുടെ. കാരണം അദ്ദേഹം ജാമ്യം നേടി നിൽക്കുന്ന വ്യക്തിയാണ്. അതുപോലെ ആ ഒരു പരിഗണന തന്നെയാണ് ആർക്കും നൽകേണ്ടത്, വേണ്ട അങ്ങനെയെങ്കിൽ നൽകിയത്. അപ്പോൾ ഈ സർക്കാരായിരിക്കും, സർക്കാരിൻ്റെ റോളുണ്ടല്ലോ എന്തായാലും. എന്തെല്ലാം ചലച്ചിത്ര പുരസ്കാരം ബന്ധമില്ലെങ്കിൽ ആ വകുപ്പ് മാത്രമല്ല, സർക്കാരിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു തെറ്റായ സന്ദേശം സർക്കാർ നൽകി എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അതായത് ഒരു ഭാഗത്ത് സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് വേടനെതിരെ കേസെടുക്കുന്നു, കുറ്റപത്രം സമർപ്പിക്കുന്നു, FIR ഇടുന്നു. മറുഭാഗത്ത് സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് വേടന് അവാർഡ് കൊടുക്കുകയാണ്. ഇതിലൊരു ഇരട്ടത്താപ്പില്ലേ? ഒരു സ്വാഭാവികമായും ചിന്തിച്ചാലില്ലേ? ഉണ്ടോ അങ്ങനെ? തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ആ പാട്ടിനെ കുറിച്ച് പ്രത്യേകിച്ച് സംശയം നമുക്ക് ആർക്കുമില്ല. പക്ഷെ എന്തുകൊണ്ട് വേടൻ? ഇന്നലെ നിങ്ങൾ ഡെസ്കിലിരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒരു ഞെട്ടലുണ്ടായെങ്കിൽ അവിടെ ഇന്ന് ലൈവ് എടുത്തുകൊണ്ടിരുന്നത് ഞാനായിരുന്നു. ആ സമയവും സ്വാഭാവികമായിട്ട് മനസ്സിലായത് വേടൻ എന്നുള്ള പേര് വന്നു. ഇത്രയും വലിയ വിവാദം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെയാണ്, ഒരു വശത്ത് ഇത്രയും കേസുകൾ നിൽക്കുകയാണ്, ജാമ്യത്തിൽ നിൽക്കുകയാണ്. ഇന്നലെ പോലും മറ്റിടത്തേക്ക് പോകാനുള്ള ഒരു അനുമതി അങ്ങോട്ട് ലഭിച്ചിട്ടേ ഉള്ളൂ. അതിന് തൊട്ട് പിന്നാലെയാണ് ഇങ്ങനെയൊരു
അവാർഡ് അത് വലിയ തോതിൽ മാത്രമല്ല ആര്യ പി, അതായത് പലരും കമന്റ് കുറിക്കുന്നതായിട്ട് തോന്നുന്നു. അതായത് വയലാറ്, ദേവരായ മാസ്റ്റർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അങ്ങനെ മഹാശ്രേഷ്ഠന്മാരുടെ ഗണത്തിലേക്ക് വരികയാണ് ഈ പറയുന്ന കഞ്ചാവ് കേസിലെ പ്രതി, ഈ പറയുന്ന പീഡന കേസിലെ പ്രതി, പുലിപ്പല്ല് കേസിലെ പ്രതി. അപ്പോൾ അതിലൊരു ശരികേടുണ്ട് എന്ന് സമൂഹത്തിന് ചിന്തിച്ചാൽ അതിലെനിക്ക് വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ആ വരികൾ യാഥാർത്ഥ്യമാണ്. ആ വരികൾ മലയാളികളുടെ അല്ലെങ്കിൽ ഇപ്പോൾ വിയർപ്പ് തുന്നിയിട്ട് വരികൾക്കോ വാക്കുകൾക്കോ ആ എഴുത്തിനെയോ നമ്മൾ കുറച്ച് കാണുകയില്ല. ആദ്യമായിട്ടാണ് മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു റാപ്പ് സോങ്ങിന് പുരസ്കാരം കിട്ടുന്നത്. അതുകൂടി പരിഗണിക്കേണ്ടതുണ്ട്. എഴുതിയ ആൾക്ക്, ആ പാടിയ ആൾക്ക് അതും ആദ്യമായിട്ടാണ്. അതൊക്കെ ശരി, ആ വാക്കുകൾക്കോ ആ പുരസ്കാരത്തിന് അത് അർഹമല്ല എന്നല്ല പറയുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇത് ഇപ്പം ഈ 2 കേസുകൾ, ഇതിൽ 1 or 2 പേരല്ല, കുറേ പെൺകുട്ടികൾ തുറന്നു പറഞ്ഞിരുന്നു. അതിൽ ധൈര്യം കാണിച്ച് ഔദ്യോഗികമായി പരാതി കൊടുത്തത് 2 പേരാണ്, ഒരു യുവ ഡോക്ടറും ഒരു സംഗീത ഗവേഷകയും. ആ കേസ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. ഇപ്പം അത് രണ്ടും അവിടെ നിൽക്കും. അപ്പോൾ ഒരു കാര്യം, ഇന്നലെ ഇപ്പം മന്ത്രി ഈ പുരസ്കാരം പ്രഖ്യാപിക്കുന്ന സമയത്ത് ആ പെൺകുട്ടികളുടെ മനസ്സിൽ എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക? അവർ സംസ്ഥാന സർക്കാരിനെ വിശ്വസിച്ചിട്ടായിരിക്കുമല്ലോ ആ പരാതി കൊടുത്തത്. അപ്പോൾ അതേ സർക്കാർ തന്നെ ഈ നടന് അല്ലെങ്കിൽ ഈ ഗായകന് പുരസ്കാരം കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ ആ നിമിഷം എന്ത് തോന്നിയിട്ടുണ്ടാകും? എന്താണ് എൻഡോഴ്സ് ചെയ്യുന്നത് സർക്കാർ എന്നൊരു ചോദ്യമുണ്ട്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഞങ്ങൾ ഈ പാനലിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, വേടന്റെ കഴിവുകളെ ഒരിക്കലും നമ്മൾ കുറച്ച് കാണുന്നേയില്ല. പക്ഷേ വേടൻ നിൽക്കുന്ന ഒരു പൊസിഷൻ ഇപ്പോൾ എവിടെയാണ്? അത് നിയമപരമായി നോക്കുമ്പോൾ അതിൻ്റെ ഭാവിയിൽ പല പരാമർശങ്ങളോ അല്ലെങ്കിൽ വേടനെതിരെ ഏതെങ്കിലും രീതിയിൽ കോടതിയിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഭാവിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ നമ്മൾ നൽകിയിരിക്കുന്ന ഈ സ്ഥാനം എത്രത്തോളം അതിനോട് നീതി പുലർത്താൻ കഴിയുമെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്.